Hello everyone, welcome to Groww Malayalam. I am Shayas Rafia Muideen. Life insurance ne kurichu nammal oru video ee aduthu cheyidappo health insurance ne kurichu koodi adupole oru video cheyyamo ennu kore pere comment cheydirunnu and this is it. ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക് ആരംഭിക്കുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. ശങ്കർ എന്നാണ് നമ്മുടെ കഥാനായകന്റെ പേരെന്നിരിക്കട്ടെ. 35 വയസ്സുള്ള ഒരു കുടുംബനാഥനാണ് അയാൾ. ശങ്കറിന്റെ അച്ഛൻ കരൾ രോഗമുള്ള ഒരു ആളായിരുന്നു. പിതാവിന്റെ ആ ലിവർ എയിൽമെന്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശങ്കറിന് നിരന്തരം എയിംസ് ഹോസ്പിറ്റലിലേക്ക് കയറി ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. എയിംസിൽ ചെല്ലുമ്പോഴൊക്കെ അയാൾ അതുപോലെ തന്നെ പോലെയുള്ള മറ്റു കുറേ ആളുകളെയും കാണാറുണ്ട്. നീണ്ട ക്യൂവിൽ അവരുടെ ഊഴം കാത്തു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനേക്കാളും എയിംസ് തിരഞ്ഞു പിടിച്ച് ഇവിടെ വരുന്നതെന്ന് അയാൾ ചിന്തിച്ചു. ചിലവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെയാണത്. നമ്മുടെ ശങ്കറും ആദ്യം കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയിട്ട് പല ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റും നടത്തി ലക്ഷക്കണക്കിന് പണം ചിലവാക്കി കഴിഞ്ഞിരുന്നു അതിനോടകം. പിന്നെ അത് കയ്യിൽ ഒതുങ്ങാതെ വന്നപ്പോഴാണ് പ്രൈവറ്റ് ഫെസിലിറ്റീസ് വേണ്ട എന്ന് വെച്ച് എയിംസിലേക്ക് വരുന്നത്. എത്ര തിരക്കായാലും ഇതാണ് ഭേദം എന്ന് അപ്പോൾ അയാൾക്ക് തോന്നി. അത്ര സുഖകരമല്ലാത്ത മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം. ഇന്ത്യയുടെ മെഡിക്കൽ ഇൻഫ്ലേഷനെ കുറിച്ചാണത്. 2022 ഏപ്രിലിൽ ഇന്ത്യയുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ്റെ കോസ്റ്റ് 7.21% ഉയരുകയുണ്ടായി. ഒരു ഹെൽത്ത് എമർജൻസി ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റൽ ബിൽസ് അടക്കാൻ വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച എമർജൻസി ഫണ്ടിൽ നിന്നും പിന്നെ ജീവിതകാലം മുഴുവൻ എടുത്തുണ്ടാക്കിയ സേവിങ്സിൽ നിന്നുമൊക്കെ പണം എടുക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നുണ്ട്. കുടുംബത്തിലെ ഒരാളുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ മതി ആ മുഴുവൻ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത തകിടം മറിക്കാൻ, അല്ലേ? എന്താണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ? ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം അറിയിക്കട്ടെ, ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. പേഴ്സണൽ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ്, ട്രേഡിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കാൻ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. രോഗങ്ങൾ, പരിക്കുകൾ, അസുഖങ്ങൾ എന്നിവ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ കവർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് കോൺട്രാക്ട് പ്രകാരം ഒരു നിശ്ചിത പ്രീമിയം എമൗണ്ട് അടക്കുന്നതിന് പകരമായി ഒരു ലിമിറ്റ് വരെയുള്ള നമ്മുടെ മെഡിക്കൽ ചെലവുകൾ ഇൻഷുറൻസ് പ്രൊവൈഡർ വഹിക്കും. ഇതൊരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് എപ്പോൾ പേ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ചില പ്രത്യേക എലിജിബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. ഹെൽത്ത് എമർജൻസീസ് ഒക്കെ അപ്രതീക്ഷിതമായിട്ടാണ് വരിക, അല്ലേ? നീണ്ടുപോകുന്ന ആശുപത്രിവാസം, നിരവധി ടെസ്റ്റുകൾ, ചിലവേറിയ മരുന്നുകൾ, ട്രീറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ കയ്യിലെ പണം ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളിലും നമ്മുടെ സേവിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രധാന ഉദ്ദേശം. അങ്ങനെ മറ്റുള്ള ആളുകളുടെ മുൻപിൽ സഹായം അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു മ്യൂച്വൽ ഫണ്ട് തിരിച്ചെടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പൈസ കണ്ടെത്താൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ആർക്കു വേണ്ടിയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് സ്വന്തമായോ അല്ലെങ്കിൽ മുഴുവൻ ഫാമിലിക്ക് വേണ്ടിയോ അതോ അല്ലെങ്കിൽ പാരൻസിന് വേണ്ടി മാത്രമോ ഒക്കെ ഇൻഷുറൻസ് എടുക്കാം. ഇനി വേണമെങ്കിൽ മൈനറായ ഒരു കുട്ടിക്ക് മാത്രമായോ അല്ലെങ്കിൽ ഫോറിൻ വിസിറ്റിന് വേണ്ടി മാത്രമോ ഒക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെ ജോലിക്കാരായവർക്ക് കോർപ്പറേറ്റ് പ്ലാനിൽ ഓൾറെഡി കവർ ആയിരിക്കുന്ന സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാനുകളും ഉണ്ട്. അതായത് പലവിധ ഓപ്ഷൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ. അപ്പോൾ ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് ഇവയിലൊന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് കൂടി മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഏത് തരം ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരിക എന്നൊക്കെ തീരുമാനിക്കാൻ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇൻഷുറൻസ് കവർ വേണം എന്നതാണത്. നമ്മളിപ്പോൾ ഒരു ഫാമിലിക്ക് മുഴുവനായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇൻഡിവിജ്വൽ പോളിസിയേക്കാളും വലിയ ഇൻഷുറൻസ് കവർ വേണ്ടി വരുമല്ലോ. ഇൻഷുറൻസ് പരിരക്ഷ വലുതായിരിക്കും. അപ്പോൾ എന്തായാലും അടയ്ക്കേണ്ട പ്രീമിയവും കൂടും. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് അടയ്ക്കേണ്ട പ്രീമിയം എമൗണ്ടും കൂടും. ഇനി നമുക്ക് ഏതെങ്കിലും ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ താമസ സ്ഥലത്തിന് അടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കുമല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ എത്ര ചെലവ് വരുമെന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ആവറേജ് ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ഒന്ന് നോക്കി വെക്കുക. കാരണം ഇൻഷുറൻസ് അടക്കുമ്പോൾ ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഹോസ്പിറ്റലാണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് ചിലവ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് എത്ര ഇൻഷുറൻസ് കവർ വേണ്ടി വരും എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മോണിക്ക ഹെലൻ എഴുതിയ ലെറ്റ്സ് ടോക്ക് മണി എന്ന ബുക്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കവർ എത്ര ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റൂൾ പറയുന്നുണ്ട്. 3 to 15 lakhs പെർ പേഴ്സൺ എന്നാണ് അത്.
ചെറിയ ടൗൺ അല്ലെങ്കിൽ ലെസ് പോഷ് ഫെസിലിറ്റീസ് ഒക്കെ മാത്രമുള്ള ഏരിയ ആണെങ്കിൽ 3 ലക്ഷവും മെട്രോ പോലെയുള്ള പോഷ് ഏരിയകൾ ഉള്ളവർക്ക് 15 ലക്ഷം രൂപയും ആയിരിക്കണം ഇൻഷുറൻസ് കവർ എന്നാണ് അതിൽ പറയുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രോ ടിപ്പ് പറയാം. ഹൈ ഇൻഫ്ലേഷൻ്റെ കാലമാണ് ഇത്. നമുക്കിപ്പോൾ ഒരു വലിയ സംഖ്യയായി തോന്നുന്ന എമൗണ്ട് 15 കൊല്ലം കഴിയുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കാം. അപ്പോൾ ഇൻഷുറൻസ് കവർ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൂടെ മനസ്സിൽ വെക്കണം. അടുത്ത ഫാക്ടർ പോളിസി ബെനിഫിറ്റ്സ് ആണ്. സ്ഥിരമായി ജിമ്മിൽ പോയാൽ ഡിസ്കൗണ്ട് തരുന്ന ചില ഹെൽത്ത് പോളിസികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇനി വേറെ ഒന്ന് പറയാം, ഒരു മാസം ഡെയിലി ഇത്ര സ്റ്റെപ്പ് നടന്നാൽ ഒരു ഹെൽത്തി ഷോപ്പിംഗ് ചെയ്യാനുള്ള ഓഫർ കിട്ടുന്ന പോളിസികളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഇൻഷുറൻസ് പോളിസിയുടെ ബെനിഫിറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, നോ ക്ലെയിം ബോണസ്, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് തുടങ്ങിയവയൊക്കെ പോളിസിയുടെ കൂടെ കിട്ടുന്ന ചില കൊള്ളാവുന്ന ബെനിഫിറ്റുകളാണ്. ഇവിടെ ഞങ്ങൾക്ക് തരാനുള്ള പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭംഗിക്ക് വേണ്ടി ഓവറാക്കിയ ചില ബെനിഫിറ്റുകൾ ഉണ്ടാകും. അത് കണ്ട് പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ക്യാഷ് നമ്മളിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെനിഫിറ്റ്സ് അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കും, ഗുണമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ബെനിഫിറ്റ്സ് മാത്രം ചൂസ് ചെയ്യുക. പല പോളിസികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഗുണമുള്ള ഇത്തരം ബെനിഫിറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് വെയിറ്റിംഗ് പീരിയഡ്. പല പോളിസികൾക്കും ഒരു വെയിറ്റിംഗ് പീരിയഡ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 1 മാസം അല്ലെങ്കിൽ 3 മാസം എന്നൊക്കെ. ഈ വെയിറ്റിംഗ് പീരിയഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലെയിമുകളെ അവർ കണക്കിലെടുക്കുകയുള്ളൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാറ്ററാക്ട് സർജറി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പോളിസി എടുത്ത ഉടനെ ആ സർജറി ചെയ്ത് അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ ഇൻഷുറൻസ് കമ്പനി അത് റിജക്റ്റ് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ പോളിസി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഏജന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട ഉപാധികൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ആവശ്യപ്പെടുക. ഇനി പ്രോ ടിപ്പ്, വെയിറ്റിംഗ് പീരിയഡിൻ്റെ ഈ ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ തന്നെ പോളിസി എടുക്കുന്നതാണ് നല്ലത്. പ്രായം കൂടുന്തോറും അസുഖം കൂടും, അപ്പോൾ ഈ റിസ്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആണ്. ഓൾറെഡി ഉള്ള അസുഖങ്ങൾ. പോളിസി എടുക്കുന്നതിന് മുൻപേ ഉള്ള അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനീസ് കവർ നൽകണമെന്നില്ല. ഇൻഷുറൻസ് നിയമങ്ങൾ അനുസരിച്ചാണ് ഇത്. ഇപ്പോൾ ഓൾറെഡി ഒരു ലിവർ ഇഷ്യൂ ഉണ്ടായിരിക്കുന്ന ആൾ പോളിസി എടുത്തതിന് ശേഷം ലിവർ സർജറിക്ക് വേണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ക്ലോസ് ഇല്ലാത്ത പോളിസി നോക്കിയെടുക്കുക. പാരൻസിനൊക്കെ വേണ്ടിയിട്ട് പോളിസി എടുക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഫാക്ടർ എക്സ്ക്ലൂഷൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചില പ്രത്യേക രോഗങ്ങൾ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് എന്നിവയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇവയുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ അവർ റിജക്റ്റ് ചെയ്യും. പ്രഗ്നൻസി, ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ്, കോസ്മെറ്റിക് സർജറീസ്, ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങിയവ സാധാരണഗതിയിൽ പോളിസികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇവ ഏതൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ഹിയർ ഈസ് ദ പ്രോ ടിപ്പ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സിൽ നിന്നും ഏറ്റവും കുറച്ച് മാത്രം ചിലവാക്കുന്ന തരത്തിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കുക എന്നതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രീമിയം അടച്ചാലും വളരെ കുറച്ച് എക്സ്ക്ലൂഷൻസ് മാത്രമുള്ള പോളിസീസ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് വിവേകപൂർണമായ തീരുമാനം. അടുത്ത ഫാക്ടർ കോ പേ ക്ലോസ്. കോ പേ എന്ന ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെലവിൻ്റെ ഒരു ഭാഗം ഇൻഷുറൻസ് കമ്പനിയുടെ കൂടെ നിങ്ങളും വഹിക്കണം എന്നതാണ്. അപ്പോൾ ഒരു ക്ലെയിം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ സേവിങ്സിൽ നിന്നും കൂടെയാണ് പോവുക. അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ഉണ്ടെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസ് കോ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സഫീഷ്യൻറ്റ് ബാങ്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ ക്ലോസ് ഉള്ള പോളിസീസ് ഒഴിവാക്കുക. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന പ്രായമുള്ള ആളാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ കിട്ടാൻ ചിലപ്പോൾ സാധ്യതയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോപ്പേ ഓപ്ഷൻ അടങ്ങിയ ഒരു പോളിസി കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക തന്നെയാവും ബെറ്റർ. പ്രത്യേകിച്ചും വയസ്സായ പാരൻസിനുള്ള കവറിന് വേണ്ടിയിട്ട് പോളിസി എടുക്കുമ്പോൾ. അടുത്ത ഫാക്ടർ ലിമിറ്റ്സ് ആൻഡ് സബ് ലിമിറ്റ്സ്. ചില പോളിസികളിൽ ഓരോ രോഗങ്ങൾക്കും ഓരോ ട്രീറ്റ്മെൻറ്റുകൾക്കും ക്ലെയിം ചെയ്യാവുന്ന എമൗണ്ടിൽ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ക്യാപ്പ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ലിമിറ്റ്സ് ഇല്ലാത്ത പോളിസികളാണ് നല്ലത്. ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഓപ്പറേഷന് 30,000 രൂപ എന്ന് ക്യാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ കൂടുതൽ ചിലവ് വന്നാലും നമുക്ക് മാക്സിമം ഈ എമൗണ്ടേ കിട്ടുകയുള്ളൂ. ഇന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ എമൗണ്ട് ഒരു വലിയ എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഓക്കെ എമൗണ്ട് ആയിട്ട് തോന്നാം. പക്ഷേ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ ഓപ്പറേഷൻ്റെ ചിലവ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയേക്കാം എന്നും കൂടി ഓർക്കണം. അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മളൊരു പോളിസി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. റൂം റെന്റ് ലിമിറ്റ് ഇതുപോലൊരു നൊട്ടോറിയസ് ലിമിറ്റ് ആണ് പല പോളിസികളിലും. ഇത് ടോട്ടൽ കവറിന്റെ പെർസെൻറ്റേജ് ആയിട്ടോ അബ്സല്യൂട്ട് വാല്യൂ ആയിട്ടോ ആണ് എടുക്കാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
റൂം റെൻറ്റിൻ്റെ ഈ ലിമിറ്റിന് ആനുപാതികമായിട്ടായിരിക്കും ആ റൂമുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ചിലവുകൾക്കും കിട്ടുന്ന എമൗണ്ടിൻ്റെയും ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ, 10,000 രൂപ റെൻറ്റ് വരുന്ന റൂമാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കുക. ഇവിടെ ലിമിറ്റ് റൂം റെൻറ്റിൻ്റെ 50% ആണെങ്കിൽ ആ റൂമുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ ചിലവുകളും നമുക്ക് ഇൻഷുറൻസ് കമ്പനി നൽകുന്നത് 50% പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി അടുത്ത ഫാക്ടർ ക്ലെയിംസ് ഹിസ്റ്ററി ആൻഡ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞത് കൊണ്ട് ഇനി ഒരു വറിയും ഇല്ലാതെ ഇരിക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. ശരിക്കുമുള്ള പൊല്ലാപ്പ് തുടങ്ങാൻ പോകുന്നത് നമ്മളൊരു ക്ലെയിം ഫയൽ ചെയ്യുമ്പോഴാണ്. വെബ്സൈറ്റ് സ്ലോ ആവൽ, മണിക്കൂറുകളോളം കാത്തിരിക്കൽ, കസ്റ്റമർ കെയറിലെ പുവർ റെസ്പോൺസ്, അങ്ങനെ ക്ലെയിം ഒന്ന് സെറ്റിൽ ചെയ്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ വരും. നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം ഹിസ്റ്ററി ആൻഡ് ദ ക്ലെയിം പ്രോസസ്. ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കുക. ഈ റേഷ്യോ എത്ര കൂടുതലാണോ അത്രയും നല്ലതാണ്. പിന്നെ നോക്കേണ്ടത് ക്ലെയിം കംപ്ലയിൻസ് ഡേറ്റയാണ്. ഓരോ 10,000 ക്ലെയിംസ് വന്നതിൽ 30-ൽ താഴെ മാത്രം കംപ്ലൈൻറ്റുകളുള്ള പോളിസികളാണ് എടുക്കാൻ നോക്കേണ്ടത്. ഇനി അവസാനത്തെ ഫാക്ടർ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, TPA. ഹെൽത്ത് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഏജന്റിനെയാണ് TPA എന്ന് പറയുന്നത്. ഇവരുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഇൻഷുറൻസ് കമ്പനിക്കും ഇടയിലെ മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക, ക്ലെയിംസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് മെഡിക്കൽ എക്സ്പെൻസസ് എന്നിവ അഡ്രസ് ചെയ്യുക എന്നതാണ്. ഒരു നല്ല TPA നിങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് നന്നായി വർക്ക് ചെയ്യും. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എൻലിസ്റ്റഡ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉള്ള TPAയെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. TPAയുടെ കസ്റ്റമർ സപ്പോർട്ട് ചെക്ക് ചെയ്യുകയും വേണം. കാരണം ക്ലെയിംസ് ആൻഡ് ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട ഏതൊരു ഇഷ്യൂവിനും നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരിക ഈ TPA ആണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മിന്റ് ബേസിക് ഇൻഷുറൻസ് റേറ്റിംഗ്സ് പ്രകാരമുള്ള ഇന്ത്യയിലെ ടോപ്പ് 5 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. റിലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ഡിജിറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, നിവബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്നിവയാണ് അവ. അപ്പോൾ കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, ഡയഗ്നോസിസ്, ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിൻ കോസ്റ്റ് എന്നിവയൊക്കെ നന്നായി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും എസെൻഷ്യൽ ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഹോസ്പിറ്റൽ ബെഡും ട്രീറ്റ്മെൻറ്റും ഉറപ്പാക്കിയ കേസുകൾ വരെ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. പെട്ടെന്നുള്ള ഹെൽത്ത് എമർജൻസികളിൽ നിങ്ങളുടെ സമ്പാദ്യം സംരക്ഷിച്ചു നിർത്താൻ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് കഴിയും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും മനസ്സിൽ സൂക്ഷിക്കുക. പോളിസി ഡോക്യുമെൻറ്റ്സ് ശ്രദ്ധിച്ച് വായിക്കുക. എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ ഏജന്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക. നമ്മുടെ ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. ആൻഡ് ഒന്നുകൂടെ, ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.